അല്ലാഹു പറഞ്ഞില്ലേ, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും പല പരീക്ഷണങ്ങളുണ്ടാകും. കഴിഞ്ഞില്ല, വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വല്ലദീന അശ്റകൂ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ജൂത നസറാക്കളിൽ നിന്നും അതേപ്രകാരം ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും നിങ്ങൾക്ക് പലതും കേൾക്കേണ്ടി വരും. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നാം. തൗഹീദിന്റെ ആളുകളായി എന്ന ഒറ്റ കാരണത്താൽ ഫാസിസ്റ്റ് ശക്തികൾ ഇത്തരത്തിലുള്ള പ്രബോധകന്മാർക്ക് നേരെ അവരുടെ ചില പ്രസംഗങ്ങളുടെ വരികൾ മുറിച്ചെടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അവർ തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം ശ്രമങ്ങൾക്ക് ഓശാന പാടുന്ന ചില ശിർക്കൻ തലപ്പാവുകാരികൾ അവർക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ട് ഐക്യം പ്രഖ്യാപിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാക്കണം, തൗഹീദിന്റെ വാഹകർക്ക് ആരോപണങ്ങളും പീഡനങ്ങളും അക്രമങ്ങളും അവർ നേരിട്ട ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ വാഹകരായി മുന്നോട്ട് പോകുവാൻ നാം ഓരോ നിമിഷങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കണം. നാം മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടുകൾ ശിർക്കിന്റെ വിളനിലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ശിർക്കിന്റെ ഭൂമികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ വാഹകരായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ആദർശത്തെ, ഈ പ്രബോധന പ്രവർത്തനങ്ങളെ, അല്ലാഹുവിന്റെ നൂറിനെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അല്ലാഹുവിന്റെ പ്രകാശത്തെ വായിക്കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമമാണ് നമ്മുടെ പ്രബോധകർക്ക് നേരെ, പ്രത്യേകിച്ച് ലോകത്ത് എമ്പാടും അറിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധകരുടെ നിരകളിൽ എടുത്തു പറയാൻ കഴിയുന്ന ബഹുമാന്യ പണ്ഡിതൻ സക്കീർ നായിക്കിനെ കുറിച്ചൊക്കെ ഉള്ള ഈ പ്രചരണങ്ങൾ, അത്തരത്തിലുള്ളതായ പ്രചരണങ്ങളിലൂടെ ഈ തൗഹീദിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ മനോസ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരുടെ മുമ്പിൽ ഈ തൗഹീദിന്റെ സന്ദേശത്തെ നാം പറഞ്ഞു കൊടുക്കണം.